395 ചോദിക്കണ്ട്. 3,95,000 ലോൺ കയറുമോ? ലോൺ കയറും. 2.5 വരെ ലോൺ കയറും. മാക്സിമം കയറും. ചെയ്ത് കൊടുക്കും. ആളുകൾ വന്നോട്ടല്ലേ? ചെയ്ത് കൊടുക്കാം. 10-12 എന്തായാലും മൈലേജും കിട്ടും. 2.25 വരെ ലോൺ കയറും. നമുക്ക് 2.5 കൊടുക്കാം. 2,05,000 ലോൺ കയറും. അങ്ങനെയാണെങ്കിൽ എത്ര ഓടിക്കണ വണ്ടി? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ ഓടി 3,40,000 കൊടുക്കാം. 3,40,000 രൂപ കൊടുക്കാം. ഞാൻ കുറച്ച് കൊടുക്കുവോ? നോക്കാം. പാർട്ടി ആയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോൺ കയറും. 1.5 വരെ ലോണും കയറും. മാക്സിമം ലോൺ കയറും. 30,000 മുടക്കിൽ അൾട്ടോ കേട്ടം കൊടുക്കാം. അതും ഗ്യാരണ്ടിയില്. നിങ്ങളാണ് വണ്ടികൾ വില കുറച്ച് കൊടുക്കേണ്ടത്. അതെ, വണ്ടി വില കുറച്ച് വണ്ടികളെ നിലവിൽ സ്റ്റോക്ക് അറിയാം. അതായത് മേജർ ആക്സിഡന്റ് പോട്ടൊക്കെ നല്ല വണ്ടിയൊക്കെ നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. 2000 ഒക്കെ മാക്സിമം ലോണിലേക്ക് ഫുൾ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. അത് മാക്സിമം ലോണിൽ കയറും. അൾട്ടോ 800 പിന്നെ അൾട്ടോ മാക്സിമം ലോൺ കയറും. നല്ല വണ്ടികൾ മാത്രമേ ഉള്ളൂ. നമ്മള് ലൊക്കേഷൻ പറ്റുന്ന പുത്തനത്താണി 2 കിലോമീറ്റർ. മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി 2 കിലോമീറ്റർ പുറത്ത് മേടിപ്പാറ എന്ന സ്ഥലം. മേടിപ്പാറ അല്ലേ? മേടിന സ്ഥലമാണ്. എല്ലാവരും വണ്ടി കൊടുക്കുമല്ലോ. നല്ല വണ്ടി കൊടുക്കുള്ളൂ. ചെറിയ കൈക്ക് കൊടുക്കുള്ളൂ. ഇനിയിപ്പോ വരാൻ കഴിയുന്നില്ലെങ്കിൽ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാം. അല്ലേ? ഓരോന്നോരോ നമുക്ക് ഇങ്ങനെ പരിചയപ്പെട്ടു നോക്കാം. നേരെ നല്ല അടിപൊളി കാറുകൾ കുറച്ച് സ്റ്റോക്ക് അറിയുമല്ലേ? ചെറിയ വിലക്ക് നമ്മൾ വണ്ടി കൊടുക്കും. ചെറിയ ലാഭം വേഗം കച്ചവടം. അതാ മെയിൻ ആയിട്ടില്ലേ? നമ്മളെ ലൊക്കേഷൻ പറഞ്ഞേ. ഇത് പുത്തനത്താണി 2.5 കിലോമീറ്റർ പുറത്ത് മേടിപ്പാറ. മേടിപ്പാറ മലപ്പുറം ജില്ലയിലാണ്. തിരൂര് പുത്തനത്താണ്. മേടിപ്പാറാണ്. എല്ലാവരും അപ്പൊ ഒരു 5-6 വണ്ടികൾ സ്റ്റോക്ക് അറിയിക്കണം. മാക്സിമം ലോൺ കൊടുക്കാൻ വണ്ടികളാണ്. അപ്പൊ ആദ്യം അൾട്ടോ 800 ആയിക്കോട്ടെ അല്ലേ? 2015 മോഡൽ അൾട്ടോ 800 LXI ആണ്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട്. എല്ലാം വരുന്ന വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. 1.25 വരെ ലോൺ കയറും. നമുക്ക് 2.5 കൊടുക്കാം. 2,05,000 ലോൺ കയറും. അങ്ങനെയാണെങ്കിൽ എത്ര ഓടിക്കണ വണ്ടി? 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ ഓടിക്കുന്നുണ്ട്. നിലവിലാ സിംഗിൾ ആർസി ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടിയില്ല. ഒന്നുമില്ല. അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? കമ്പനി സീറ്റ് അങ്ങനൊക്കെ ഉണ്ടല്ലോ അല്ലേ? റീപ്ലേസ് ഇല്ലാന്ന് പറഞ്ഞത്. ഒന്നും റീപ്ലേസ് ഇല്ല. ടയർ കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 15 മോളില് 2.10 കൊടുക്കും. 2.5 കൊടുക്കും. 2.5 കുറച്ച് കൊടുക്കും. ഈ ലോണൊക്കെ 1.25 2 ലക്ഷം തന്നെ കയറും. 1.25 1.80 വരെ ലോൺ കയറും. പ്രൊഫൈൽ എന്നാലും പിന്നെ കയറ്റി കൊടുക്കൂലേ? ഓല് വന്നാ മതി. ഇനി ഡെലിവറി ആണെങ്കിലോ? ഡെലിവറി ചെയ്ത് കൊടുക്കാം. ആൾ കേരള ഇന്ത്യ ഡെലിവറി കൊടുക്കും. അത് വന്നോട്ടല്ലേ? ഇത് 10 മൈലേജ് കിട്ടില്ല പെട്രോൾ ആകുമ്പോ? 16 കിട്ടും. 16 മൈലേജ് പറയാം. പിന്നെ ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടാണല്ലേ? അതേമാതിരി തന്നെ അടിപൊളി ഇന്നോവ ഉള്ളോ? ഒറിജിനൽ കേരള 2009 മോഡൽ ഇന്നോവയാണ്. അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ്. G4 ആണ്. കേരള വണ്ടിയാണല്ലേ? റീപ്ലേസ് കാര്യങ്ങള് റീപ്ലേസ് ഉണ്ടാവും. മെയിൻ ക്ലാസ് മാറിക്കണം. ഒറിജിനൽ കേരള വണ്ടിയാണ്. അലവിലുണ്ട്. കാറ് കുറച്ച് കമ്മി ഉണ്ടല്ലോ. 3,95,000 കൊടുക്കാം. 3,95,000 കൊടുക്കാം. വണ്ടി കൊടുക്കൂലേ? അതെ. ഇത് എത്ര ഓടിക്കണോ? 1,80,000 ഓട്ടുണ്ട്. നിലവിൽ ഓടിക്കുന്നുണ്ട്. 1,80,000 മീറ്റർ കാണാൻ നമ്മൾ പറയുള്ളൂ. അതെ. ഒറിജിനൽ കേരള എന്നാലും അങ്ങനെ പറയുള്ളൂ അല്ലേ? അലവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ്. 7 സീറ്റ് ആണ് അല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എടുക്കുന്നവർക്ക് പണി ചെയ്യണ്ടോ? ഒന്നും ചെയ്യാല്ല. ഒരു പണിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. വരെ എണ്ണ അടിച്ചാ ഓടുക. ഇത് എത്ര ചോദിക്കണേ? 3,95 ചോദിക്കണ്ട്. കുറച്ച് കൊടുക്കും. 3,95,000 ലോൺ കയറുമോ? ലോൺ കയറും. 2.5 വരെ ലോൺ കയറും. മാക്സിമം കയറും. ചെയ്ത് കൊടുക്കും. ആളുകൾ വന്നോട്ടല്ലേ? ചെയ്ത് കൊടുക്കാം. 10-12 എന്തായാലും മൈലേജും കിട്ടും അല്ലേ? അതെ. അതേമാതിരി വാഗണറുള്ള ന്യൂ ഷേപ്പ് 2020 മോഡല് വാഗണർ VXI ആണ്. VXI ആണല്ലേ? VXI ആണ്. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 34,000 കിലോമീറ്റർ. എല്ലാം ലോ കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വൃത്തിയുള്ള കമ്പനി സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു പേടിയും പഠിച്ചല്ലേ? ഇല്ല. ആളുകൾ വന്നാൽ തെറ്റിപ്പോല. ഓല് വരുന്ന സപ്പോർട്ട് മുഴുവൻ നമ്മൾ ചെയ്ത് കൊടുക്കും. ചായയും വെള്ളമൊക്കെ കൊടുക്കും. വണ്ടി കൊടുക്കും. ഇതത് VXI അല്ലേ? VXI ആണ്. സിംഗിൾ ഓണർഷിപ്പിലെ രണ്ടാമത്തെ ഓണർഷിപ്പ്. 34,000 ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടില്ല. എടുക്കുന്നവർക്ക് പണിയില്ലാന്ന് പറഞ്ഞു. പണിയൊന്നുമില്ല. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞല്ലേ? ഓക്കെ. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് നമ്മൾ ഈ ന്യൂ ഷേപ്പ് വാഗണർ ചോദിക്കുന്നുണ്ട്? 3,40,000 കൊടുക്കാം. 3,40,000 ചോദിക്കുന്നുണ്ട്. 3,40,000 രൂപ കൊടുക്കാം. ഞാൻ കുറച്ച് കൊടുക്കുവോ? നോക്കാം. പാർട്ടി ആയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതൊന്നും പറയണ്ടല്ലേ? അതെ. ഇപ്പൊ ലോണൊക്കെ ആണെങ്കിൽ
ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ കയറും. ഇതിന് ഫുള്ള് ലോൺ കയറും. 340 വെച്ച് 340 ഫുള്ള് ലോൺ കയറും. പ്രൊഫൈൽ എന്തായാലും മാക്സിമം ലോണാണ്. മാക്സിമം ലോൺ ഒരു 10-18 എന്തായാലും മൈലേജ് കിട്ടൂലേ? കിട്ടും അല്ലേ? കിട്ടും. ന്യൂഷേപ്പ് നല്ല ഹൈറ്റും വെയിറ്റുള്ള വണ്ടിയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യം. മൈലേജും ഉണ്ട് അല്ലേ? മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ. അതേ മാർഗം അൾട്ടോ കേട്ടൺ 2015 മോഡൽ അൾട്ടോ കേട്ടൺ 15 ആണ് അല്ലേ? 15 മോഡൽ അൾട്ടോ കേട്ടൺ. അൾട്ടോ കേട്ടൺ ആണ്. ഇതേതോ VXi LXi ആണ്. LXi ആണ് അല്ലേ? 1,80,000 കൊടുക്കാം. 1 MB കൊടുക്കാം. അൾട്ടോ കേട്ടൺ കൊടുക്കാം അല്ലേ? എത്ര ഓടികളെന്നാല്? 80,000 കിലോമീറ്റർ ഓടി. ആ ഓടിയിട്ടുള്ളൂ? ആകെ 80,000 കിലോമീറ്റർ ഓടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ? അതെ. സർവീസ് കാര്യങ്ങള് എല്ലാം ഉഷാറാണല്ലേ? ടയറ് കാര്യങ്ങൾ അതുണ്ട്. ഇതൊന്നും പേടിക്കണ്ടല്ലേ? കൊണ്ടുപോകാം. മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടിയാ? അങ്ങനത്തെ വണ്ടി ഇല്ല. നല്ല വണ്ടി നല്ല വണ്ടി മാത്രമേ ഉള്ളൂ. ചെറിയ പൈസ കൊടുക്കില്ലേ? ഇതിപ്പോ ലോണ് കയറുന്നാല് ലോൺ കയറും. 1.5 വരെ ലോണും കയറും. മാക്സിമം ലോൺ കയറും. 30,000 മുടക്കിൽ അൾട്ടോ കേട്ടൺ കൊടുക്കാം. അതും ഗ്യാരണ്ടിയില്. അതും ഗ്യാരണ്ടിയിലാണ്. ഒരു 10-15 എന്തായാലും മൈലേജും കിട്ടുമല്ലോ. ശരി.